Does money can give you happiness? Of course, money can give you happiness. That's what I'm talking about, G. You feel me? Financial freedom and independence. You get confidence. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിമൺ അല്ലെങ്കിൽ ഒരു ഗേളിന് ഡിസിഷൻ മേക്കിങ്ങിലായാലും കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഐ ആം ഓൾസോ ഈക്വലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഫാമിലി. മോർ ദാൻ ദാറ്റ് ഞാനും ഏൺ ചെയ്യുന്നുണ്ട്. ദർ ഈസ് നോ മെൻ വിമൻ ഇൻ ദ ഫാമിലി. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് എ മസ്റ്റ്. സ്ത്രീയാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ ഈഗോ ക്ലാഷസ് ഉണ്ടാവാറുണ്ട്. ഹസ്ബൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നു, അവിടെ ഒരാൾക്ക് സാലറി കൂടുതലാണ്, കുറവാണ്. നീ ഇപ്രാവശ്യം കൂടുതൽ ഏൺ ചെയ്തു, ഞാൻ കുറവ് ഏൺ ചെയ്തെന്നുള്ള ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷിനോ വരരുത്. ഇറ്റ്സ് ഓൾ അബൌട്ട് റെസ്പെക്ട്. രണ്ടുപേരും ചെയ്യുന്നത് അധ്വാനിക്കുക തന്നെയാണ് അല്ലേ. ഇത് എവിടേക്കാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്? ഇറ്റ്സ് ഫോർ യുവർ ഫാമിലി, ഇറ്റ്സ് ഫോർ യുവർ കിഡ്സ്, ഓർ ഇറ്റ്സ് ഫോർ യുവർ പേരൻസ്, ഓർ ഇറ്റ്സ് ഫോർ യുവർ സെൽഫ്. കമ്പനിയിൽ ഒരു വിമനെ ഹയർ ചെയ്തു, അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ വന്നു. നീ വിമൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ ഡിസിഷൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ല, മെൻ പറഞ്ഞു അല്ലെങ്കിൽ വിമൻ പറഞ്ഞു, അവിടെ അതില്ല. സൊല്യൂഷൻ ആരാണ് കൊണ്ടുവന്നത്? ഒരു വിമൻ കൊണ്ടുവന്നു. അയ്യോ എടുക്കില്ല എന്നുള്ളതല്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എനിക്ക് അതിൽ ആ ഗിവ് അപ്പ് ചെയ്യാണ്ട് ആ കോൺഫിഡൻസ് കളയരുത്. ദാറ്റ് ഈസ് യുവർ ലേണിംഗ് പോയിന്റ്. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഒരു ക്യാപിറ്റൽ മണിയുടെ ആവശ്യമുണ്ടോ? ക്യാപിറ്റൽ ഇസ് നോട്ട് ഇമ്പോർട്ടൻ്റ് അത്ര. ഇന്ന് ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും ഈ ഒരു യുഗത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് അത്രയും വലിയൊരു ക്യാപിറ്റൽ വേണ്ട. ചെറിയ രീതിയിൽ ഒരു ഓൺടർപ്രണർ ആയിട്ട് ഓൺലൈൻ സ്റ്റോറി വെച്ച് തുടങ്ങിയിട്ട് ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് ഫ്ലറിഷ് ചെയ്ത എത്രയോ ബ്രാൻഡ്സ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുക്കിംഗ് ക്ലാസ്സസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്റ്റിച്ചിങ് എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൺലൈനിൽ ട്യൂഷൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒരു സൈഡിൽ കയറുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ പ്രോഫിറ്റ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ബിസിനസ് നമുക്ക് ഗ്രോ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് അഗെയിൻ ഇൻ ദ ബിസിനസ്. നമ്മുടെ ലിമിറ്റേഷൻസ് എന്താ? നമ്മളെ മാർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് ആ മെൻ ചെയ്യണ പോലെ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയാനല്ല. സ്ലോലി യു ടേക്ക് യുവർ സ്റ്റെപ്പ്. കുറ്റം പറയുന്നവരുണ്ടാവും, പക്ഷെ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ എത്ര നാൾ അവർ കുറ്റം പറയും? ഹായ് ഗൈസ്, വെൽക്കം ടു പിങ്ക്. സോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ്, മണി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഐശ്വര്യ നന്ദിലത്ത്. ഹായ്. ഹായ്. ഹൗ ആർ യു? I'm good. How are you? ഐ എം ഗ്രേറ്റ്. സോ നൈസ് ടു ഹാവ് യു ഹിയർ. സോ നമ്മളിപ്പം ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും കേട്ടോ അവരുടെ ലൈഫിൽ. ബിക്കോസ് ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്, ഹൗ ടു ബിക്കം എൻ ഓൺടർപ്രണർ, ഇതെല്ലാം ഭയങ്കര എന്താ പറയുക, ഇപ്പോഴും ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ ഐ വോണ്ട് ടു നോ ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഒരു വിമൻ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു മെൻ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബോത്ത് റെസ്പോൺസസ് ആക്ച്വലി ഇപ്പോൾ കിട്ടുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി അങ്ങനെ മണി എന്ന് പറയുന്നത് ഒരു ജെൻഡർ ഉണ്ടോ ശരിക്ക്? എനിക്ക് സത്യം പറഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പിന് ഞാൻ ജെൻഡർ ബയസ്ഡ് ആയിട്ട് കാണാറില്ല, ടു ബി ഓണസ്റ്റ്. വിമൻ ഓൺട്രപ്രണർ അല്ലെങ്കിൽ മെൻ ഓൺട്രപ്രണർ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുന്നേക്കാളും ഇറ്റ്സ് ജസ്റ്റ് ജനറലൈസ് ചെയ്ത് ഓൺട്രപ്രണർ എന്ന് പറയുന്നതിലാണ് ഇതുള്ളത്. ഇപ്പോൾ ലൈക്ക് എല്ലാ പ്രൊഫഷനിലും മെൻ വിമൻ ഉണ്ട്. ഇപ്പോൾ ഡോക്ടറിനെ നമ്മൾ ഫീമെയിൽ ഡോക്ടർ മെയിൽ ഡോക്ടർ എന്ന് പറയില്ല, ഡോക്ടർ ഇസ് എ ഡോക്ടർ. അപ്പം ഐ കൺസിഡർ പേഴ്സണലി ലൈക്ക് ദാറ്റ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ, ബിസിനസ് എന്നല്ല, എനി ജോബ് വോട്ട് യു ഡു, അതിനകത്തൊരു ജെൻഡർ ബയാസ്ഡ് ആയിട്ട് നിന്ന് ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ദർ ഓൾവേസ് യുവർ ക്വാളിറ്റി, യുവർ എന്താ പറയുക, യുവർ പെർഫോമൻസ് ഇസ് അസസ്ഡ് അല്ലേ. അങ്ങനെയാണ് എല്ലാ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിലും. ഇവൻ ബിസിനസ്സിലായാലും ഇപ്പം ഒരു ഫേമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് യു ആർ എ വിമൻ എന്ന് പറഞ്ഞിട്ട് മേ ബി പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം ഈ സ്റ്റീരിയോ ടൈപ്പ് ഇപ്പോൾ ഉള്ളത്. ബട്ട് സ്ലോലി ഇറ്റ് ഇസ് ബ്രേക്കിംഗ്. ഇപ്പം എല്ലാ ഒരു കമ്മ്യൂണിറ്റിയിലെടുത്താലും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെടുത്താലും അവിടെ ഇപ്പോഴത്തെ ജെൻസി അറ്റ്ലീസ്റ്റ് അതിൽ നിന്നൊക്കെ മാറി എല്ലാം ഈക്വലൈസ് ചെയ്ത് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഐ കം ഫ്രം ആൻ ഇൻഡസ്ട്രി വെയർ എന്താ പറയുക, ഈ ഞങ്ങളുടെ അറിയാലോ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അതിനകത്ത് കൂടുതലും മെന്നാണുള്ളത്. വിമൻ എന്ന് പറയുന്നത് ഞാൻ മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ വളരെ റെയറായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കാലെടുത്ത് വെക്കുമ്പോഴും എൻ്റെ ചലഞ്ചസ് അതൊക്കെയായിരുന്നു ഉണ്ടാവും. അയ്യോ എനിക്ക് കുറേ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വിമൻ ഓൺട്രപ്രണർ ആയിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും. കാരണം ഇത്രയും ആൾക്കാർ മെൻ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ യു ആർ ദി ഓൺലി വിമൻ റെപ്രസെൻറ്റിങ് യുവർ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മളാണ് അതിനെ ഓരോന്നിനെയും ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ആ സ്റ്റീരിയോ ടൈപ്പിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ അച്ഛന് ആദ്യമുള്ളൊരു കൺസേൺ അതായിരുന്നു. അയ്യോ നീ ഒരു കല്യാണം കഴിഞ്ഞ് ഐ എം മാരീഡ്, ഐ ഹാവ് 2 kids. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇങ്ങനെ
സൊസൈറ്റിയിൽ എല്ലാവർക്കും അറിയാലോ, കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് സെറ്റിൽ ചെയ്യണം എന്നൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. സോ മൈ ഫാമിലി വാസ് ലൈക്ക് ദാറ്റ്, കുറച്ച് സ്റ്റീരിയോ ടൈപ്പായി അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആയി ചിന്തിച്ചിരുന്നു. ആൻഡ് ലേറ്റർ വെൻ ആ ഒരു ചാൻസ് എനിക്ക് വന്നപ്പോൾ ഐ സ്പോക്ക് ടു മൈ ഡാഡ് ആൻഡ് ഐ സെഡ് എനിക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ഔട്ട്ഡേറ്റഡായി ഞാൻ എൻ്റെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് അപ്പോൾ തന്നെ എനിക്ക് അതിലേക്ക് തിരിച്ചു പോകാനും എനിക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല. സോ ദ ഓൺലി തിങ് ഐ ന്യൂ വാസ് എൻ്റെ ബിസിനസ്സായിരുന്നു. അച്ഛൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം കണ്ടു വളർന്നതുകൊണ്ട് എനിക്ക് അതിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നത്. അപ്പോഴും അച്ഛന് ചലഞ്ച് ഉണ്ടായിരുന്നു, നീ ചലഞ്ചസ് ഏറ്റെടുക്കേണ്ടി വരും, കാരണം ഇത്രയും ആൾക്കാരുടെ ഇടയിൽ, ഇത്രയും മെന്നിൻ്റെ ഇടയിൽ നീ വർക്ക് ചെയ്യേണ്ടി വരും, ട്രാവൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ ഫാമിലി അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ നീ ബാലൻസ് ചെയ്യണം. അതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് ബാലൻസിങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു വിമൻ മെൻ എന്നുള്ള സംഭവമില്ല, ഇറ്റ്സ് ഓൾ ഈക്വൽ. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ബിസിനസ്. യെസ്. പൊതുവേ നമ്മൾ ഗേൾസിനെ പറയുന്ന ഒരു കാര്യം, അതായത് വീട്ടിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആസ് യു ഓൾസോ സെഡ് ദാറ്റ് ഇപ്പം യു ഹാവ് ടു ബി ഇൻ എ ഫാമിലി, യു ഹാവ് ടു റേസ് ചിൽഡ്രൻ, അതാണ് സന്തോഷം, യു ഹാവ് ടു ഫൈൻഡ് യുവർ ലവ് ഓഫ് യുവർ ലൈഫ്, ഇതൊക്കെയാണ് സന്തോഷം. ആൻഡ് മണി കാൺട്ട് ബൈ ഹാപ്പിനെസ് ഇസ് ദ അനദർ തിങ് ഇസ് ദെയർ. അപ്പോൾ ആക്ച്വലി ഐശ്വര്യയുടെ പെർസ്പെക്റ്റീവിൽ വാട്ട് ഓൾ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡസ് മണി ക്യാൻ ഗിവ് യു ഹാപ്പിനെസ്? ഓഫ് കോഴ്സ് മണി ക്യാൻ ഗിവ് യു ഹാപ്പിനെസ്. എനിക്കറിയാം ഇതിൽ ഒത്തിരി കേൾക്കുന്ന ഒത്തിരി പേര് ചിലപ്പോൾ യോജിക്കില്ല, പക്ഷേ വെൻ ദേ തിങ്ക് ഡീപ്പായി തിങ്ക് ചെയ്യുമ്പോൾ മണി വിൽ ബൈ യു ഹാപ്പിനെസ്. സി ഐ എം സിറ്റിംഗ് ഹിയർ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് എനിക്ക് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ കുട്ടികളെ ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ പൂജ, വൈ യു ആർ സിറ്റിംഗ് ഹിയർ, യു ആർ ഏർണിംഗ്, അല്ലേ? ലൈക്ക് യുനോ വീട്ടിൽ പോയി കുറേ കാര്യങ്ങൾ പൂജയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പൂജയുടെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ മേക്കിംഗ് ദം ഹാപ്പി. അറ്റ് ദി എൻഡ് അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ ഇൻഡയറക്ട്ലി ഇറ്റ് ഇസ് ലൈക്ക് യു ആർ ഗെറ്റിംഗ് ദാറ്റ് ഹാപ്പിനെസ്, അല്ലേ? സോ മണി കാൺ ബൈ എന്നില്ല, ഇറ്റ്സ് ഓൾ അബൌട്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം അംബാനിയോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അംബാനിക്കും മണി വേണം, അല്ലേ? ആ ഒരു ത്രൈവ് ഉണ്ടായാലാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബിസിനസ്സിലിരുന്നോട്ടെ അല്ലെങ്കിൽ എന്ത് ജോലിയിലിരുന്നാലും വൈ യു ആർ അപ്ഗ്രേഡിങ് യുവർ സെൽഫ്, സോ ദാറ്റ് അത് നമ്മൾ മണി എന്നുള്ള ഒരു തിയറി നമ്മുടെ തലയിലുണ്ട്, അത് കുറേ കാര്യങ്ങൾ അത് ചുറ്റിപ്പറ്റി ഉണ്ടാവും. ഇറ്റ്സ് ഓൾ റിലേറ്റഡ്. ഇപ്പോൾ മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നല്ല, മണി ഈസ് വൺ ഓഫ് ദി കമ്പോണൻറ്റ് which can make you happy. So it's not like എല്ലാവരും പറയും പീസ് ഓഫ് മൈൻഡ് ആണ്. യെസ്, പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിട്ട് നമുക്ക് പൈസ ഇല്ലാണ്ട് നമ്മൾ EMI ബ്ലോക്കായി, അല്ലെങ്കിൽ എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ കാര്യങ്ങൾ കുടുംബത്തേക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അവിടെയൊക്കെ വരുമ്പോഴും ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. ഇറ്റ് ഈസ് ഓൾ ഇൻ്റർ കണക്റ്റഡ്. നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ മണി ഇൻവോൾവ് ആണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. മണി വിൽ മേക്ക് യു ഹാപ്പി ആൻഡ് നോട്ട് ഇപ്പം മണിക്ക് ഒരുപാട് പൈസ ഉണ്ടായാലും കാര്യമില്ല കേട്ടോ. ഒരുപാട് പൈസയുള്ള ആൾക്കാരും ഹാപ്പി അല്ലാത്ത ആൾക്കാരും എനിക്കറിയാം. ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ബാങ്ക് ബാലൻസ് ഒത്തിരി ഉണ്ട്, പക്ഷേ അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല. അറ്റ് ദി എൻഡ് അവർ ബാങ്കിലും പൈസ നിറച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നിങ്ങളുടെ റിസോഴ്സസിനെ എങ്ങനെ നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ നിങ്ങളെങ്ങനെ കണ്ടെത്തി അതിലേക്ക് സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോൾ നമ്മൾ ഏൺ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളൊരു വിമണിനെ സംബന്ധിച്ച് വെൻ വി ഹാവ് ദാറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്, രണ്ടാണ്. ബട്ട് ബോത്ത് നമുക്കത് ഉള്ളപ്പോൾ അത് എത്രത്തോളം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? യു ഗെറ്റ് കോൺഫിഡൻസ്. അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്. ഒരു ഫിനാൻഷ്യലി ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വിമൺ അല്ലെങ്കിൽ ഒരു ഗേളിന് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് എസ്പെഷ്യലി എൻ്റെ കേസ് എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. മറ്റേത് ഞാൻ ഡിസിഷൻ മേക്കിങ്ങിലായാലും അല്ലെങ്കിൽ എൻ്റെ ഡിസിഷൻസ് ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻസ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒപ്പീനിയൻസ് ഷുഡ് കൺസിഡർ ഓർ ഷുഡ് ബി ടേക്കൺ സംവെയർ എന്നുള്ളത്. ബിക്കോസ് ഐ ആം ഓൾസോ ഈക്വലി കോൺട്രിബ്യൂട്ടിങ് ടു ദ ഫാമിലി. ആൻഡ് മോർ ദാൻ ദാറ്റ് ഞാനും ഏൺ ചെയ്യുന്നുണ്ട്. ദർ ഈസ് നോ മെൻ വിമൻ ഇൻ ദ ഫാമിലി, വി ഓൾ ആർ ഈക്വൽ. സോ അതിലെനിക്ക് തോന്നാറുള്ളത് എൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യും. നമ്മളൊരു ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ തന്നെയായാലും സംസാരിക്കുമ്പോൾ തന്നെയായാലും നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഓൾസോ ഗിവ് യു റെസ്പെക്റ്റ്. എനിക്ക് ഇത് കേട്ടിട്ട് ഇനി ഏൺ ചെയ്യാത്ത ഒരു റെസ്പെക്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് എ മസ്റ്റ്. ഇറ്റ്സ് എ മസ്റ്റ്. അതിപ്പം ജെൻ സിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. മില്ലേനിയൽസിൽ കുറച്ച് പേര് ഇപ്പം അത് ക്രാക്ക് ചെയ്ത് വരുന്നുണ്ട്. ഐ എം ഗ്ലാഡ് ദാറ്റ്. കാരണം അതിൽ അവർ തന്നെ ആയാലും ഇപ്പം ഒരുപാട് പണ്ടത്തെ പോലെയല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുക്കിംഗ് ക്ലാസ്സസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൺലൈനിൽ ട്യൂഷൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതുണ്ട്.
അപ്പോൾ അത് വെച്ച് യൂട്ടിലൈസ് ചെയ്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് വരിക എന്നുള്ളത് ഒരു മെയിൻ കാര്യമായിട്ട് തന്നെ എടുക്കുക. സോ ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ അവർ കോൺഫിഡൻസ് ആൻഡ് അഹങ്കാരം? സി, ഞാൻ എപ്പോഴും പറയാറുള്ളത് ബീങ് ആൻ ഓൺട്രപ്രണർ, ഞാൻ അതിനൊരു ഓപ്പൺ ആണ് കേട്ടോ. അതായത് നമ്മൾ എവറി സിംഗിൾ ഡേ ഇസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. സോ ഐ മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ. സോ ഐ മെറ്റ് യു ടുഡേ. മേ ബി ഒരു വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം, എനിക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും. ഐ ലേൺ ഫ്രം യു. സോ ദാറ്റ് ഈസ് ആൻ ഓപ്പൺനെസ് അല്ലേ. സോ കോൺഫിഡൻറ്റ് ഇസ് സംതിങ് ദറ്റ് യു പ്രസൻറ്റ് യുവർ സെൽഫ്. ഞാനിപ്പോൾ പൂജയുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് എൻ്റെ കോൺഫിഡൻസ് ആണ്. നേരെ മറിച്ച് ഞാനിവിടെ അഹങ്കാരം കാണിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ്, ഇപ്പോൾ പറഞ്ഞ പോലെ നെഗ് വൈബിലേക്ക് പോകുമെന്ന് പറയില്ലേ. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നതും അഹങ്കാരവും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അഹങ്കാരം എന്ന് പറയുന്നത് വി ആർ നോട്ട് ഓപ്പൺ ടു എനിത്തിങ്, ആസ് ഇൻ ലൈക്ക് ആ വില്ലിങ്നെസ് ഇല്ല ടു ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ് ഓർ ഫ്ലോസ്. സോ അതിൽ ഞാനൊരു പ്രൈഡ് കാണിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം എനിക്കെപ്പോഴും പറയാനുള്ളത് ഇത് ഈ ഒരു യങ് ബഡ്ഡിങ് ഓൺട്രപ്രണേഴ്സിനോടും ചെയ്യുന്ന ആൾക്കാരോടും പറയാനുള്ളത്, അല്ലെങ്കിൽ ഓൺട്രപ്രണറായിട്ട് പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇനി വരാനുള്ള ആൾക്കാരോടും പറയാനുള്ളത്, യുനോ എല്ലാത്തിനോടൊരു ഓപ്പൺനെസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അഹങ്കാരം എന്നുള്ള ഒരു ടൈറ്റിൽ ഉണ്ടാവില്ല. യു ലേൺ ഫ്രം എവറി വൺ. ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന താഴെ ഉള്ള ഒരു എംപ്ലോയി ഉണ്ടെങ്കിലും മേലെയുള്ള എംപ്ലോയി ഉണ്ടെങ്കിലും ഞാൻ അവരുടെ നിന്ന് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കിതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഐ ലേൺ ഫ്രം മൈ എക്സ്പീരിയൻസ്. സോ ആ വില്ലിങ്നെസ് ടു ലേൺ ഉണ്ടെങ്കിൽ, ആക്സെപ്റ്റ് ഉണ്ടെങ്കിൽ, യുനോ നമുക്ക് ആ ടാഗ് ലൈൻ വരില്ല. കോൺഫിഡൻറ്റ് ഉണ്ടായിക്കോട്ടെ, കോൺഫിഡൻറ്റ് നല്ലതല്ലേ. കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഒരു സദസ്സിൽ കയറി നിന്ന് സംസാരിക്കാൻ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാവരും നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു യുനോ നമ്മൾ ഇത്രയും ലൈഫിൽ അച്ചീവ് ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. അല്ലാതെ അതിനെ ഒരു അഹങ്കാരമായിട്ട് ആരോ ഇപ്പോൾ ടൈറ്റിൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ പൊതുവേ ഒരു ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഫാമിലിയുടെ ഒരു ബാലൻസ് തന്നെ ഇല്ലാതാവുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും സ്ത്രീകളപ്പോൾ അയ്യോ എൻ്റെ ഭർത്താവിനേക്കാളും ഞാൻ ഏൺ ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈഗോ ക്ലാഷസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് ഒരു സ്ത്രീയെ ഹയർ ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാർ വിചാരിക്കും അത് എങ്ങനെ മാനേജ് ചെയ്യും, അങ്ങനെ മാനേജിങ് പവർ കുറവാണ് അങ്ങനെയൊക്കെ. പക്ഷേ ഒരു വിമൻ ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിന്ന് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും, ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയായിരിക്കും? ഇതിനകത്ത് എനിക്ക് കുറച്ചുകൂടി തോന്നിയിട്ടുള്ളത് വിമൻ ക്ഷമാശീലരാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ ജനറേഷനിൽ അത് ആപ്ലിക്കബിൾ ആണോ എന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും ഭയങ്കര ഇമ്പൾസീവായിട്ടാണ് എല്ലാവരും എടുക്കാറുള്ളത്. ഞാൻ കുറച്ചും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോഴത്തെ ജനറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. പക്ഷേ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഈ ഇപ്പം ഒരു ഫാമിലി എടുക്കുമ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നു, അവിടെ ഒരാൾക്ക് സാലറി കൂടുതലാണ് കുറവാണ്, അറ്റ് ദി എൻഡ് അവർ ആലോചിക്കേണ്ടത് അവരെവിടേക്കത് കൊണ്ടുവരുന്നത്, അവരുടെ ഫാമിലിയിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ബാലൻസിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഹസ്ബൻഡ് ഇപ്പം ഈ മാസം ചിലപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ എൻ്റെ എക്സ്പെൻസോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും എക്സ്പെൻസ് കയറി വന്നു, എനിക്ക് ഇത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ വൈഫ് അത് ഹസ്ബൻഡിനോട് പറഞ്ഞ് അത് അവിടെ ഒരു ബാലൻസിങ് ആണ് ഉണ്ടാവേണ്ടത്. നേരെ മറിച്ച് നീ ഇപ്രാവശ്യം കൂടുതൽ ഏൺ ചെയ്തു, ഞാൻ കുറവ് ഏൺ ചെയ്തേന്നുള്ള ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷിനോ വരരുത്. ഇറ്റ്സ് ഓൾ അബൌട്ട് റെസ്പെക്ട്. മ്യൂച്വലി നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യാണ്, രണ്ടുപേരും ഡിഫറെൻറ്റ് ജോലിയായിരിക്കും ചെയ്യേണ്ടാവുക. ഒരാൾ ചിലപ്പോൾ ഡോക്ടറായിരിക്കാം, ഒരാൾ ചിലപ്പം ഒരു വർക്കിംഗ് ഒരു ബ്രാൻഡിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവിടെ രണ്ടുപേരും ചെയ്യുന്നത് അധ്വാനിക്കുക തന്നെയാണ് അല്ലേ, രണ്ടുപേരും. എക്സാക്ട്ലി. ആൻഡ് ഇതെവിടേക്കാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്? ഇറ്റ്സ് ഫോർ യുവർ ഫാമിലി, ഇറ്റ്സ് ഫോർ യുവർ കിഡ്സ്, ഓർ ഇറ്റ്സ് ഫോർ യുവർ പേരൻസ്, ഓർ ഇറ്റ്സ് ഫോർ യുവർ സെൽഫ്. സോ അതിൽ നമ്മൾ ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ ഈവൻ ഒരു കമ്പനിയിൽ ഒരു വിമനെ ഹയർ ചെയ്തു, അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ വന്നു, എക്സാമ്പിൾ. അവിടെ വരുമ്പോൾ നീ വിമൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ ഡിസിഷൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ല, അവിടെ കമ്പനിയുടെ സൊല്യൂഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം വെദർ അത് ഒരു മെൻ പറഞ്ഞു അല്ലെങ്കിൽ വിമൻ പറഞ്ഞു, അവിടെ അതില്ല. ആ കമ്പനിയിൽ ഈ സൊല്യൂഷന് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് എന്താണ് സൊല്യൂഷൻ അവിടെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ആരാണ് കൊണ്ടുവന്നത്, ഒരു വിമൻ കൊണ്ടുവന്നു, അയ്യോ എടുക്കില്ല എന്നുള്ളതല്ല. ആ സൊല്യൂഷനെ നമ്മൾ ആ ഒരു പ്രോബ്ലം എക്സാക്ട്ലി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല മിക്ക കമ്പനീസിലും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചിന്തിക്കുന്നതായിരിക്കും ഓക്കെ ലേഡി ആയതുകൊണ്ട്, മേ ബി ഉണ്ടാവുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ കാണുന്നു അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ളതിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ഒരു ഗുഡ് ഡിസിഷൻ മേക്കർ ആയിരിക്കും ഒരു ഗുഡ് ബിസിനസ് പേഴ്സൺ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെയാണോ? ദേ ലേൺ ഫ്രം മിസ്റ്റേക്ക്. ആരെ തെറ്റ് ചെയ്യാത്തവരുള്ളത്? ഏത് ബിസിനസ് മാൻ എടുത്താലും അവർക്കും ഉണ്ടാവും ഡൗൺഫോൾസ് ഉണ്ടായിട്ടുണ്ടാവും. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ് അവരുടെ ഗ്രാഫ്.
ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ല. ചിലപ്പോൾ ചില ഡിസിഷൻസ് റോങ് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ ചിലപ്പോൾ എടുത്ത ഡിസിഷൻസ് ചിലതൊക്കെ റോങ് ആയിട്ടുണ്ടാവാം. അത് ഐ ലേൺ ഫ്രം മൈ എംപ്ലോയീസ്, അല്ലെങ്കിൽ ഐ ലേൺ ഫ്രം മൈ എക്സ്പീരിയൻസ്. അത് എനിക്ക് അതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് തെറ്റോ ശരിയോടെ അല്ല. തെറ്റായാൽ അത് നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഞാൻ ചെയ്തിരുന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മൾ അടുത്തേക്ക് ഓബ്വിയസ്ലി നമ്മൾ അത് ചെയ്യും. പക്ഷെ അതിനാ കുറച്ച് പേര് ചെയ്യാൻ തരുമോ, ഇതോടുകൂടി ഞാൻ ഗിവ് അപ്പ് ചെയ്യും. ഇപ്പം ഞാൻ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എനിക്ക് അതിൽ ആ ഗിവ് അപ്പ് ചെയ്യാണ്ട് ആ കോൺഫിഡൻസ് കളയരുത്. ദാറ്റ് ഈസ് യുവർ ലേണിംഗ് പോയിന്റ്. അതായിരിക്കണം നിങ്ങളുടെ ലേണിംഗ് പോയിന്റ്. അവിടെ നിന്ന് നിങ്ങൾ ഇനി ഇപ്പം എന്താ ഞാൻ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഡിസിഷൻ എടുത്തതുകൊണ്ട് എനിക്കിങ്ങനെ എൻ്റെ കമ്പനിയിൽ ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ വന്നു. അപ്പോൾ അത് അടുത്തൊരു ഡിസിഷൻ, ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ അത് അതിലോട്ട് എത്താതിരിക്കാൻ നോക്കുക. ആൻഡ് ഗുഡ് ഡിസിഷൻ മേക്കേഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ സ്റ്റീവ് ജോബ്സിനെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനും ഒത്തിരി പറയാനുണ്ടാവും, പുള്ളിക്കാരൻ്റെ ഉണ്ടായ കുറേ മിസ്റ്റേക്സ്. സോ ഈവൻ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയതാ, ഇപ്പോൾ വി ആർ ഇൻ ടു 42 years ആയി. പുള്ളിയും എടുത്തതിൽ ഒത്തിരി ബിസിനസ്സിൽ ചിലപ്പോൾ എടുത്ത ചില സ്ട്രാറ്റജീസ് ചിലപ്പോൾ തെറ്റിപ്പോയിണ്ടാവും. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ അതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യില്ല. ഞാനും അങ്ങനെ തന്നെയാണ്, ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ദാറ്റ് മേക്സ് യു പെർഫെക്റ്റ്. So I just want to know that, are you a good decision maker? ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഏജ് പ്രോഗ്രസ് ചെയ്തതുകൊണ്ട് അങ്ങനെയല്ല. നമ്മൾ പറയുമല്ലോ, അപ്പോൾ 7 years ബാക്ക് ഞാൻ ജോയിൻ ചെയ്തപ്പം ഞാൻ ഭയങ്കര ഇമ്പൾസീവ് ഡിസിഷൻ മേക്കറായിരുന്നു. ഇപ്പം അത് കേൾക്കാതെ അപ്പം തന്നെ എടുക്കുക, ഏതാണെന്നൊന്നും നോക്കില്ല, അപ്പം തന്നെ ഓക്കെ അങ്ങനെ ഉണ്ടായില്ലേ ശരി, അപ്പം തന്നെ എനിക്ക് എന്താ തോന്നുന്നു എൻ്റെ മനസ്സിൽ അത് അപ്പം തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കിയിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാമായി 2 സൈഡൊന്നും കേൾക്കും, അല്ലെങ്കിൽ ഞാൻ എന്താ അത് ഓക്കെ അതൊന്നും നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. ആൻഡ് ഐ ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഇതൊക്കെ പറയുന്ന ചുമ്മാ തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഇമ്പൾസീവ് ഡിസിഷൻസ് ഞാൻ മാറി. ഇപ്പം ഞാൻ വൈസ് ഡിസിഷൻ മേക്കിംഗ് ആയി. കുറച്ചും കൂടെ ഞാൻ ഇത് ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഞാൻ തന്നെ ഒന്നൊരു അനലൈസ് ചെയ്യും. അപ്പം യു ഗെറ്റ് എ ഗുഡ് ഡിസിഷൻ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മളെപ്പോഴും സഡൻ ആയിട്ടൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ലതാണ് കുറച്ച് നേരം നമ്മളൊന്ന് ഇരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഡിസിഷൻസ് വരും. കുറച്ചുകൂടി നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി നമ്മളെയും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ അതേപോലെ തന്നെ മേ ബി സം പോയിന്റിൽ നമുക്ക് ഒരു ക്വിക്ക് എന്താ പറയുക ഡിസിഷൻ എടുക്കേണ്ട, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ വിച്ച് ഈസ് ഗുഡ്, ലൈക്ക് ഒരു ഗുഡ് ഡിസിഷൻ വിത്ത് ലൈക്ക് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് അങ്ങനെ എടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കുന്നതിനോടും എന്താണ് അഭിപ്രായം? ക്വിക്ക് ആക്ഷൻസ് ഫോർ ഒരു കോസിനാണെങ്കിൽ യെസ്. ഇപ്പോൾ ഒരു സംഭവം നടക്കുകയാണ്, ഇപ്പം തന്നെ ഒരു ഡിസിഷൻ നടന്നാലേ ഉണ്ടാവും, ലൈക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. യു ടേക്ക് എ കോൾ. അവിടെ നമ്മൾ ഡിസിഷൻ എടുക്കാതിരിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളൊരു എംപ്ലോയിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ എംപ്ലോയി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ കമ്പനിക്ക് വേണ്ടി, നമുക്കറിയില്ല. നമ്മളെല്ലാം കേൾക്കുന്ന തേർഡ് സോഴ്സിൽ നിന്നാണ്. ബട്ട് യു അനലൈസ് യുവർ സെൽഫ്, എന്തിനാ അത് വൈസ് ഡിസിഷൻ ആണോ എന്നുള്ളത്. ഇപ്പോൾ പൂജ പറഞ്ഞ വേറൊരു കേസിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഒരു സഡൻ കോൾ വന്നു കഴിഞ്ഞാൽ വാട്ട് യു ഡു അറ്റ് ദാറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ അതിൽ നമ്മൾ തെറ്റോ ശരിയോ നോക്കേണ്ട ആവശ്യമില്ല. ഗോ വിത്ത് യുവർ ഇൻസ്റ്റിങ്ക്റ്റ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്താണോ പറയുന്നത് അത് അനുസരിച്ച് ചെയ്യുക. ഇൻസ്റ്റിങ്ക്റ്റ് എന്താണോ പറയുന്നത്, ഇന്നർ സോൾ എന്താണോ പറയുന്നത് അനുസരിച്ച് ചെയ്യുക. ചിലപ്പോൾ തെറ്റായിരിക്കും പൂജ, ചിലപ്പോൾ ശരിയായിരിക്കും. തെറ്റായി കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവും ചെയ്തത് ശരിയല്ല എന്ന് പറയാനുണ്ട്. പക്ഷേ ശരിയായ ഒത്തിരി പേരുണ്ടാവും നമ്മളെ ലൈക്ക് എൻകറേജ് ചെയ്യാനായിട്ട് തന്നെ. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു വിമനെ സംബന്ധിച്ചിട്ട് എത്രത്തോളം ടഫാണ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്? ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ടഫാണ്. ഇപ്പം ഞാൻ കുറേ പേര് പറയും, ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി, അച്ഛനുണ്ടാക്കിയ സംഭവമല്ലേ, അല്ലെങ്കിൽ പക്ഷെ അത് ഡ്രൈവ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് നോട്ട് ഈസി. അല്ലെങ്കിൽ ഇപ്പം അതുപോലെ തന്നെ എനിക്കും അതേപോലെ തന്നെ അച്ഛൻ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് ഒരു സെയിം ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി കീപ്പപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് ചെയ്യുക. ആൻഡ് വിമൺ ആയതുകൊണ്ട് ഇപ്പോൾ പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ടാവുന്നു. നമ്മുടെ ലിമിറ്റേഷൻസ് എന്താ, നമ്മളാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളത് പുഷ് ചെയ്യുക ആൻഡ് യു ബ്രേക്ക് ഇറ്റ്, യു ടേക്ക് സ്ലോലി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് ആ മെൻ ചെയ്യണ പോലെ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയാറില്ല. സ്ലോലി യു ടേക്ക് യുവർ സ്റ്റെപ്പ്. അപ്പം തന്നെ നമ്മളെ കുറേ കാര്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കുറ്റം പറയുന്നവരുണ്ടാവും, പക്ഷെ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ എത്ര നാൾ അവർ കുറ്റം പറയും? എത്ര നാൾ പറയുന്നവർ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. അപ്പോൾ യു ഡോണ്ട് സ്റ്റോപ്പ് യുവർ സെൽഫ്.
പുഷ് യുവർ സെൽഫ്. ലിമിറ്റ്സ് നമ്മളാണ് കീപ്പ് ചെയ്യുന്നത്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഇപ്പം ചില കോളേജിലൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇത് നിങ്ങളാണ് നിങ്ങളുടെ ലിമിറ്റ്സിനെ മാർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ നാട്ടുകാരോ വിചാരിച്ചാൽ പറ്റില്ല. അപ്പോൾ ദാറ്റ് യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. അതെ. 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിലൊരു 90 പേർക്ക് പേടിയുള്ള കാര്യമായിരിക്കും ഈ ഒരു ലവ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിൽ 10% പേരായിരിക്കും ബിസിനസ്സിലെ റിജക്ഷനെ പറ്റി ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ ഐഡിയാസ് റിജക്റ്റ് ചെയ്യപ്പെടുമോ, നമ്മുടെ കോൺസെപ്റ്റുകൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. സോ ഈ റിജക്ഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഹൗ യു ഹാൻഡിൽ റിജക്ഷൻ ഇൻ ബിസിനസ്? നമ്മൾ കുറേ ഇപ്പോൾ ഒരു റൂമിനകത്ത് കുറേ ഡോറുള്ള ഒരു ഹാളിനകത്ത് കുറേ ഡോറുള്ള ഒരു ഹാളിനകത്താണ് നമ്മളിരിക്കുന്നത് വെച്ചേക്ക്. പല ഡോറും പോയി നോക്ക് ചെയ്താലും ചിലപ്പോൾ അതെല്ലാം ഓപ്പൺ ആവണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾക്കൊരു ബഞ്ച് ഓഫ് കീ ഒരു കീ കിട്ടിയിട്ടുണ്ട്, ഒരു കീന്ന് എല്ലാം പോയി ട്രൈ ചെയ്തപ്പോൾ ഒരു ഡോർ ഓപ്പൺ ആവുള്ളൂ. ഇത്രേ ഉള്ളൂ റിജക്ഷൻ്റെ കാര്യം. നമുക്ക് ഒരുപാട് റിജക്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് പറയും, അല്ലെങ്കിൽ പുതിയ പ്ലാൻസ് പറയും, സ്ട്രാറ്റജീസ് പറയും. അതിലെല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഹീസ് ഇൻ ദ ബിസിനസ്. സോ അൾട്ടിമേറ്റ്ലി ഹീസ് ദ ഡിസിഷൻ മേക്കർ. ചില കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ഐ ടേക്ക് ദ ഡിസിഷൻ, ഐ ടേക്ക് ദ കോൾ. അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കമ്പനിക്ക് വേണ്ടി പറയുമ്പോൾ ചില സമയത്ത് ഡിസിഷൻസ് ചിലപ്പോൾ ദെൻ ആൻഡ് ദെയർ കിട്ടണമെന്നില്ല. പക്ഷേ ഐ ടേക്ക് ഇറ്റ് ആസ് എൻ എക്സ്പീരിയൻസ് ആൻഡ് ഐ ഡോണ്ട് ഡിസ്കറേജ് മൈ സെൽഫ്. ഇപ്പം ലവ് ഫെയിലിയറിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ വിചാരിക്കും, ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വേറെ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം. വി ആർ വെരി സെൻസിറ്റീവ് ഇൻ ദാറ്റ്. പക്ഷേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതല്ലെങ്കിൽ വേറെ ബിസിനസ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 10% പറയുന്ന ആൾക്കാർക്ക് ദേ ഗോ വിത്ത് ദ ഫ്ലോ. അല്ലേ, ദേ ഗോ വിത്ത് ദ ഫ്ലോ. റിജക്ഷൻസ് വന്നാലും ദേ ആക്സെപ്റ്റ് ഇറ്റ്, ദേ മൂവ് ഓൺ. ഇപ്പം ഒരു ബിസിനസ് കഴിഞ്ഞ് ഫെയിലിയറായി, ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. എന്നാൽ ഒരു ബിസിനസ്സിൽ നിന്ന് പഠിക്കാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയുന്നത് റിജക്ഷൻസ് ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. റിജക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ എന്താണ് മിസ്റ്റേക്സ് ചെയ്തതെന്നൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് നമ്മൾ അടുത്ത ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ മിസ്റ്റേക്സ് നമ്മൾ നേരെ കൊണ്ടുപോയി ഡംപ് ചെയ്യാണ്ട് അതിലത്തെ കാര്യങ്ങൾ മാത്രം, എന്താണ് ശരിയായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം റിസർച്ച് ചെയ്ത് ചെയ്യുക. ആ 10% ആൾക്കാർ ഗോ വിത്ത് ദ ഫ്ലോ ആയതുകൊണ്ടാണ് എല്ലാം ജോഷിലെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ സിനിമകളിലായാലും നമ്മൾ ഈ കുറേ പേരുടെ ലൈഫ് സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഡെഡിക്കേഷൻ, അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര കീ ആണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും അത് റൺ ചെയ്യുന്നതിനെന്ന്. എത്രത്തോളം അത് മാറ്ററാണ് ശരിക്കും? ഡെഫിനറ്റ്ലി കൺസിസ്റ്റൻസി എല്ലാ ഒരു ഫീൽഡ് നോക്കുകയാണ്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടുത്തെ ഫുഡ് ഇപ്പോൾ ഒരു 2 പ്രാവശ്യം പോയി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. 3ാമത്തെ പ്രാവശ്യം പോയി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? അവിടുത്തെ ഷെഫ് മാറി, അല്ലെങ്കിൽ ഇന്ന് അവിടെ നന്നായിട്ടില്ല എന്ന് പറയും. നമ്മളത് 10 പേരോട് പറയില്ലേ? അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ കൂടെ വന്ന ഒരാളോട് പറയും, അയാൾ പോയി 10 പേരോട് പറയാം. അപ്പോൾ നമ്മളോട് കൺസിസ്റ്റൻ്റ് ആയി ഇരിക്കുമ്പോഴാണ് ആ വേർഡ് ഓഫ് മൗത്ത് ട്രാവൽ ചെയ്യുള്ളൂ. സോ എന്ത് ബിസിനസ് എടുത്താലും അത് കൺസിസ്റ്റൻ്റ് ആവണം. ഇപ്പം ഞങ്ങളുടെ അവിടെ ഇപ്പം എൻ്റെ ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും എനിക്ക് 100% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ദർ വിൽ ബി 1.1%, ബട്ട് വിച്ച് വി ആർ ട്രൈങ് ടു റിക്കവർ ഇറ്റ്. ആസ് എൻ ലൈക്ക് അത് കസ്റ്റമറോട് ഇപ്പം എന്തായാലും ഇപ്പം ചെറിയ രീതിയിലൊരു 1% കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ. ആ കസ്റ്റമേഴ്സിനോടും നമ്മൾ ഡയറക്റ്റ്ലി ഇപ്പം നെഗ്ലക്റ്റ് ചെയ്യാണ്ട് we try to take care of it, so what I feel is ഈ ഒരു കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എനി ബിസിനസ്. ഇപ്പം നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടു കംപ്ലീറ്റ് സക്സസ് ആയി, ഇനി എല്ലാവരും മാനേജ് ചെയ്തോളും, സ്റ്റാഫ് മാനേജ് ചെയ്തോളും എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. സ്റ്റാഫിൻ്റെ കൂടെ നിന്ന് അവരിൽ ഒരാളായി വർക്ക് ചെയ്യുമ്പോഴായിരിക്കുള്ളൂ അവർക്കും തോന്നുക ഇത് സംഭവം നമ്മളൊരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണെന്നുള്ളത്. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. എൻ്റെ ബിസിനസ് സ്ട്രാറ്റജി അതാണ്. ഐ ഡോണ്ട് നോ, ഇത് ഇപ്പം വലിയ വലിയ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അപ്പം അവർക്കൊന്നും ചിലപ്പോൾ ഇതായിരിക്കില്ല, അവരുടെയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഇറ്റ് ഡിഫർ ഫ്രം വൺ ബ്രാൻഡ് ടു അനദർ ബ്രാൻഡ്. അവരുടെ ബ്രാൻഡ് സ്ട്രാറ്റജി എന്താണോ, ബിസിനസ് സ്ട്രാറ്റജി എന്താണോ, അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. മൈ സ്ട്രാറ്റജി ഇസ് ദിസ്: യു ബി വിത്ത് ദം, വൺ എമംഗ് ദം ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ പൊതുവെ എല്ലാവരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇല്ല, മൂല്യധനം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു പേരിലായിരിക്കും. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഒരു ക്യാപിറ്റൽ മണിയുടെ ആവശ്യമുണ്ടോ? ആക്ച്വലി ഇന്നത്തെ കാലത്ത് ക്യാപിറ്റൽ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ്. അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്? വേണ്ട. കാരണം ഇന്ന് ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ ടെക്നോളജിയുടെയും ഈ ഒരു യുഗത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് അത്രയും വലിയൊരു ക്യാപിറ്റൽ വേണ്ട. ചെറിയ രീതിയിലൊരു ഓൺടർപ്രണർ ആയിട്ട് ഓൺലൈൻ സ്റ്റോറി വെച്ച് തുടങ്ങിയിട്ട് ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് ഫ്ലറിഷ് ചെയ്ത എത്രയോ ബ്രാൻഡ്സ് ഉണ്ട്. ഹോം ഗ്രോൺ ബ്രാൻഡ്സ് എത്രയോ ഉണ്ട് നമ്മുടെ ചുറ്റും. ആദ്യം അവർ ചെറിയ രീതിയിൽ തുടങ്ങി, പിന്നെ അതേണ്ട ഒരു ബ്രാൻഡ് ഔട്ട്ലെറ്റായി മാറിയ ഒത്തിരി എണ്ണം നമ്മൾ കൊച്ചിയിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾ കേരള കാണുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ കാണുന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് അത്രയും ഓപ്പർച്യൂണിറ്റിയും പൊട്ടൻഷ്യലും ഉണ്ട്. നമ്മൾ പറയില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച്, ഇന്നത്തെ സ്മാർട്ട് മൂവ് അതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ യു ആർ സേഫ്.
എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യങ് ബഡ്ഡിങ് ഓൺടർപ്രണേഴ്സിനോട് എനിക്ക് we can പറയാനുള്ളത്. start a website like that. എക്സാക്ട്ലി, എല്ലാം ഈസിയർ ആണ് കുറച്ചും കൂടെ. ഇന്നിപ്പം എനിക്ക് പറയാം, ഒരു 1000 സാരീസ് പെർ വീക്ക് വിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. പുള്ളിക്കാരി 1000 സാരീസ് വിൽക്കും. ഞാൻ ചോദിച്ചു, നീ ഇത്രയും വിൽക്കും? ആ, ഇത്രയും വിൽക്കും എന്ന് പറയും. അതെങ്ങനെ? ജസ്റ്റ് പുള്ളിക്കാരി ഓൺലൈനിൽ സാരി ഡ്രേപ്പിയും കൂടി ഇല്ല, ഇതാണ് സാരി ഇന്ന പ്രൈസ് എന്ന് പറയും. വിച്ച് ഇസ് ഗുഡ്, വെരി സ്മാർട്ട് മൂവ്. ഒരു സ്റ്റാഫും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കോസ്റ്റ് കട്ടിങ് ഒന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റാഫിന് പേജ് ഉണ്ട്, ഒരു ക്യാമറ ട്രൈപോഡിൽ വെക്കുക അല്ലെങ്കിൽ മൊബൈൽ ട്രൈപോഡിൽ വെക്കുക ചെയ്യുന്നു. റെന്റ് അടയ്ക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുള്ളിക്കാരി തിങ്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു സ്റ്റോർ എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത് ദാറ്റ്സ് ബിക്കോസ് ഷീ വാണ്ട്സ് ടു ഗ്രോ ഹെർ ബിസിനസ് ഇൻ ടു അനദർ ലെവൽ. അതിപ്പോൾ നമുക്ക് ആ പൊട്ടൻഷ്യൽ ഉണ്ട്, എനിക്ക് ചെയ്യാം. അതൊരു കമ്മിറ്റ്മെന്റ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ആയില്ല, അയ്യോ എനിക്ക് നോക്കാൻ പറ്റില്ല, ഫാമിലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് തിരിച്ച് ഓൺലൈൻ ബിസിനസ് തന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം നന്ദില ജിമാർട്ടിന്റെ ഡയറക്ടർ ഐശ്വര്യ ഇപ്പം നാളെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാന്ന് വിചാരിക്കൂ. അപ്പം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവരുടെ ഉണ്ടോ, എന്തൊക്കെ പ്രോസ് ആൻഡ് കോൺസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക? ഞാൻ ഒരു കാര്യം നോക്കുക, അത് എത്രത്തോളം അവരുടെ ആ ടോപ്പിക് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ആ ഒരു ബിസിനസ് ഐഡിയ എത്രത്തോളം ഇന്നത്തെ ഒരു ഇതിൽ ആപ്ലിക്കബിൾ ആണ്. ഇന്ന് മാത്രമല്ല, ഇൻകമ്മിങ് ഫ്യൂച്ചറിലും. ഇപ്പോൾ AI ആണല്ലോ വരുന്നത്. ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വരാറുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ട് വരുമ്പം നമുക്കത് എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് നോക്കും, വൺ തിങ്. ആൻഡ് അവരുടെ ഒരു ഐഡിയാസ് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നു. ചിലപ്പോൾ ഒരു ഷോർട്ട് സ്പാനിൽ അതിന് സസ്റ്റെയിൻ ലൈഫ് ഉള്ളെങ്കിൽ പിന്നെ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ മീൻസ് ഷോർട്ട് ടേം പ്രോഗ്രസ്, ഷോർട്ട് ടേം ഇതിലാണ് നമ്മൾ പോകേണ്ടതെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാൻ ആണെങ്കിൽ അതങ്ങനെ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഐഡിയ. നമുക്കത് എത്ര ലോങ് ടേം ഗോൾസ് തരുന്നതാണോ ഷോർട്ട് ടേം ഗോൾസ് ആണോ ഉള്ളത് നോക്കിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. വൺ തിങ്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദെയർ പാഷൻ. ആൻഡ് നമുക്കൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് അവർ 2-3 മീറ്റിംഗ്സ് കഴിയുമ്പോൾ യു ഗെറ്റ് ടു നോ റൈറ്റ് എന്താണ് അവരുടെ ഒരു എയിം എന്നുള്ളതും. ആൻഡ് അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻ റിട്ടേൺ കിട്ടുകയെന്ന്. ഞാനിപ്പോൾ ഇപ്പോൾ ഞാനൊരു ഫണ്ട് ഇറക്കിയാൽ തന്നെ ആയാലും എനിക്ക് അതിൽ നിന്ന് എന്ത് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളതും കൂടെ നോക്കണം. കാരണം ബിസിനസ് ഇസ് നോട്ട് എ ചാരിറ്റി. അപ്പോൾ അതും നോക്കേണ്ടതുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന രണ്ട് തലത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചിലപ്പോൾ ആദ്യം ഓക്കെ ഫാമിലീനെ നോക്കി കഴിഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ ഗ്രോത്ത് നോക്കിയാൽ മതിയോ, അതൊരു പേഴ്സണൽ ഗ്രോത്ത് ഇസ് ലൈക്ക് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫാമിലി, വിച്ച് ഇസ് റൈറ്റ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഞാൻ 7 years ഞാൻ വീട്ടിലിരുന്നിരുന്നു, 2 കുട്ടികളെ നോക്കിയിരുന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫാമിലി ഗ്രോത്ത് നോക്കി. പക്ഷെ അപ്പോൾ അറ്റ് ദി എൻഡ് എനിക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായില്ല. ഐ വാസ് ഡിപ്രസ്ഡ്. അപ്പം ഞാൻ അതിനുശേഷം പഠിച്ചത് ദാറ്റ് യു ഷുഡ് സ്റ്റാർട്ട് സംതിങ് ഫോർ യുവർ സെൽഫ്, യു ഷുഡ് ഡു സംതിങ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയപ്പോൾ എന്തായി, ഐ സ്റ്റാർട്ടഡ് ബാലൻസിങ്. എനിക്ക് മോം ഗിൽട്ട് എന്ന് പറഞ്ഞ സംഭവമൊക്കെ വരും ചില സമയത്ത്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികൾ വിളിക്കുമ്പോൾ ഇന്നും വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയങ്ങൾ നോക്കും. അപ്പോൾ ഞാൻ ഐ സ്റ്റിക്ക് ടു ഹോം ടൗൺ, വീട്ടിൽ തന്നെ ഉണ്ടാവും. കാര്യങ്ങൾ ഓഫീസിൽ പോയി തിരിച്ച് വേഗത്തി അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പക്ഷെ എന്നാലും ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസിങ്. നമ്മുടെ ഇപ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് വളർന്നത്. ഐ മീൻ ഞങ്ങളെ വളർത്തിയതും അച്ഛൻ വളർന്നതും അങ്ങനെ തന്നെയാണ്. അതായത് അച്ഛൻ്റെ യങ് ഏജ് മുതൽ ഈ ബിസിനസ് കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ ഈ വാസ് എ ഗുഡ് ഫാമിലി മാൻ. ഞങ്ങളെയൊക്കെ പുറത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഔട്ടിങ്സ് കാര്യങ്ങൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഹി വാസ് ബിസി. പക്ഷേ അത് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു റോളർ കോസ്റ്റർ റൈഡാണിത് പൂജ. ബട്ട് അറ്റ് ദി എൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസിങ്. ഒരു സംഭവം മാത്രം ഒരെണ്ണത്തിന് മാത്രം പിന്നാലെ പോയി കഴിഞ്ഞാൽ ആ ഒരു വെയിങ് മെഷീനിലെ സ്കെയില് താഴ്ന്നു പോവും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതുള്ളൂ. ഇതിൽ കയറ്റൽ ഇറക്കലൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ബാലൻസ് ചെയ്യാതെ. ഇപ്പം നമ്മളൊരു ഓൺട്രപ്രനർ ആവാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഇപ്പം നമുക്ക് എന്തൊക്കെയായിരിക്കും ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് വി ഹാവ് ടു ലുക്ക് ഫോർവേഡ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മളത് സെറ്റ് ചെയ്ത് ഓക്കെ ഇതുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പറയും ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്നാൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റിൻ്റെ ഒരു ഉത്ഭവം നടന്നതിന് ശേഷം ഐ ഡോണ്ട് തിങ്ക് അതൊരു നെസസിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് ആൻഡ് യു ഹാവ് യുവർ പ്രൊഡക്റ്റ്, യു ആർ ക്രിയേറ്റീവ്, യു ക്യാൻ ഡു യുവർ കോണ്ടന്റ്, യു ക്യാൻ മേക്ക് മണി. ഇപ്പം നന്നായി വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് ക്ലോത്ത് സെല് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ ചെറിയ വയസ്സിലെ തൊട്ട് ഓൺട്രപ്രണർ ആവുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലേണിംഗ് ലെസൺസ് ആണ്. ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ യുവർ
നോ എന്താ പറയുക, നമുക്ക് അറിയണം എന്താ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. വാട്ട് യു ഗുഡ് അറ്റ് എക്സാക്ട്ലി. ആൻഡ് ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് ഇറ്റ്, ഗോ അഹെഡ്. ദർ ഈസ് നോ വൺ ടു സ്റ്റോപ്പ് യു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ തുടങ്ങിയ സമയത്ത് 80 കാലത്തിലാണ് തുടങ്ങിയത്. അന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇത്രയും മാസമായിട്ട് നമുക്ക് അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതിങ്ങനെ ക്ലസ്റ്റർ ഫോം ചെയ്ത് അതൊരു വലിയൊരു ബ്രാൻഡായി മാറുക ചെയ്തത്. ഇന്നത്തെ കാലത്ത് ഒരു ബ്രാൻഡ് ആവാൻ എത്ര നേരം വേണം? പെട്ടെന്നാവില്ലേ? ഇന്നത്തെ കാലത്ത് ഒരു ഇൻഫ്ലുവൻസർ ആവാനായിട്ട് ഐ എം നോട്ട് സെയിങ് കുറേ സമയം എടുക്കുന്നല്ല. നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും അത് കണ്ടിരിക്കും, എല്ലാവരും വെൽക്കം ചെയ്യും. നെഗറ്റീവ് കോണ്ടന്റിനും ഇവിടെ ഡിമാൻഡ് ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് ആൻഡ് നമ്മൾ പറയില്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ നമുക്ക് അറിഞ്ഞിരിക്കുക. അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മിസ്റ്റേക്സ് വരാം, ലേൺ ചെയ്യുക, ലെസൺസ് ലേൺ ചെയ്യുക, ഡോണ്ട് സ്റ്റോപ്പ് യുവർ സെൽഫ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പോൾ ഫിനാൻഷ്യലി നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ആദ്യം ചിലവാക്കിയ പൈസ മേ ബി നമുക്ക് റിട്ടേൺ കിട്ടുമായിരിക്കാം. പിന്നീട് ചിലപ്പോൾ അത് പ്രോഫിറ്റ് കിട്ടിയാലും പിന്നീട് നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. കാരണം ഇപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ നമ്മൾ അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് നമുക്കായിട്ട് എടുക്കാൻ പറ്റുമോ? എപ്പോഴാണ് ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരുന്നത്? നമ്മൾ ആ ഒരു നമുക്ക് ഇങ്ങനെ എടുക്കാം, ആ പ്രോഫിറ്റ് നമുക്ക് എടുക്കാം, ദെൻ വി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ഇൻ ദ ബിസിനസ്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഓഫ്ലൈൻ സ്റ്റോറൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ അച്ഛൻ എപ്പോഴും പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എക്സ്പെൻസ് എന്താണോ, വരവ് ചെലവ് നമ്മൾ ആ ഒരു ഫേമിലെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഇത് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് എന്താണോ, ക്യാഷ് ഇൻഫ്ലോവും ഔട്ട്ഫ്ലോവും നോക്കുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒരു സൈഡിൽ കയറുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ പ്രോഫിറ്റ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബിസിനസ് നമുക്ക് ഗ്രോ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് അഗെയിൻ ഇൻ ദ ബിസിനസ് ആണല്ലോ. ഇപ്പം നമുക്ക് ഒരു സംഭവം നമ്മളിപ്പോൾ അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ ഇരുന്ന് പോവും. നമുക്കൊരു ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പ്ലസ് അത് ഫ്ലറിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ആൻഡ് എപ്പോഴും ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ചിലപ്പോൾ എൻ്റെ കൂടെയുള്ള പല ഓൺട്രപ്രണേഴ്സും പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ സാലറി എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നും. അവർ ഓൺട്രപ്രണറാണ്, പക്ഷെ അവർ സാലറി ബേസിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അറ്റ് ദി എൻഡ് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിലേക്ക്. സോ ദാറ്റ് അത് അവരുടെ പാഷൻ എന്താണ്, അവരുടെ ബിസിനസ്സാണ്. ചിലപ്പോൾ അതൊരു ഫസ്റ്റ് ചൈൽഡായിരിക്കാം ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അതിന് ഗ്രോ ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് പ്രോഫിറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വന്ന സ്ഥിതിക്ക് അത് അപ്പം തന്നെ എടുക്കുക എന്നുള്ളതല്ല. അതും ചിലപ്പോൾ ഈ ഒരു പ്രാവശ്യം പ്രോഫിറ്റ് കിട്ടി, ഹൂ നോസ് അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാവും. ബിക്കോസ് കോമ്പറ്റീഷൻ ഇസ് മോർ. ആൻഡ് നമ്മൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ട്രെൻഡ് സെറ്റർ ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ച് എങ്ങനെയൊക്കെയാണോ കറക്റ്റ് പോയിൻറ്റ്സിലേക്ക് നമ്മൾ അതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയാം, പ്രോഫിറ്റ് കിട്ടിയാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാണ്ട് യു നോ യുവർ ബിസിനസ് റൈറ്റ്, അതനുസരിച്ച് നമ്മൾ ചെയ്യാനേ പറയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലൊരു ഇപ്പോൾ ഒരു എക്സ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് എത്ര എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുമ്പോഴാണ് നമുക്കതൊരു പ്രോഫിറ്റ് ആണെന്ന് പറയാൻ പറ്റുന്നത്? ഒരു ഇത്രയും പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് ഇത്രയും എക്സ്ട്രാ ഇത്രയും പെർസെൻറ്റേജ് കിട്ടിയാലേ അതൊരു ഗുഡ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഒരു പെർസെൻറ്റേജ് മാർജിൻ നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ദാറ്റ് ഇഫ് യു ആർ ബൈയിങ് സംതിങ് ഫ്രം ബൾക്ക് ഓർഡർ ഫ്രം ഒരു വെൻഡറിന് നമ്മൾ വാങ്ങി ആൻഡ് യു ആർ സെല്ലിങ് ടു യുവർ കസ്റ്റമർ. അപ്പോൾ ആ വെൻഡറിൻ്റെ നമ്മൾ വെക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും ഇത്ര പ്രോഫിറ്റ് ഐ എം മേക്കിംഗ്. വെൻ ഐ സെൽ ടു ദ കസ്റ്റമർ, ചിലപ്പോൾ എനിക്ക് ആ സെയിം പ്രോഫിറ്റ് ഞാൻ കീപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രോഫിറ്റ് ഒന്ന് കട്ട് ഡൗൺ ചെയ്താൽ ആ കട്ട് ഡൗൺ ചെയ്യേണ്ടത് നമ്മൾ എന്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്ന് സേ ലൈക്ക് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. സോ നമ്മൾ ചിലപ്പോൾ ആ പ്രോഫിറ്റ് ഒന്ന് കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലും ഓഫേഴ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ റീസൺ തന്നെ നമ്മൾ പ്രോഫിറ്റ് ഒന്ന് ഇത്രയും പെർസെൻറ്റേജ് കട്ട് ഡൗൺ ചെയ്തിട്ടാണ് അത് ഓഫേഴ്സും കാര്യങ്ങളിലേക്കും കൺവേർട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളുള്ള ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ടല്ല. നമുക്ക് വാട്ട് എവർ വി ഗെറ്റ് ദ പ്രോഫിറ്റ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ എന്തായാലും റിട്ടേൺ ടു ദ കസ്റ്റമറാണ്. സോ വി ഗിവ് നിങ്ങൾക്കറിയാലോ ഓഫേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് കൊടുക്കാൻ പറ്റുന്നത്. കാരണം അറ്റ് ദി എൻഡ് നമ്മൾ മേടിക്കുന്ന ബ്രാൻഡ്സിൽ നമുക്ക് ഇനിയും ഡിസ്കൗണ്ട്സ് ചോദിക്കാൻ പറ്റില്ല. വി ബൈ ബൾക്ക് ഫ്രം ദെം ആൻഡ് ഇറ്റ് ഇസ് ആർ തിങ് ദറ്റ് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എത്ര ഞാൻ കോംപ്രമൈസ് ചെയ്യണം ഫോർ മൈ കസ്റ്റമേഴ്സ് ആൻഡ് ഫോർ മൈ ബിസിനസ്. സോ ദാറ്റ്സ് ഹൗ അവർ ബിസിനസ് റൺ. അപ്പം നിങ്ങളുടെ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ചിലപ്പം ചിലൊരു വെൻഡേഴ്സിൻ്റെ നിന്ന് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റൈൽ ഞാൻ കേട്ടിട്ടുണ്ട് ബൾക്കായിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് ഒരു കോമ്പറ്റീഷൻ കൂടുകയാണ്. ഇപ്പം ഓൺലൈനിൽ തന്നെ നമുക്കറിയാം സാരീസ് ഒത്തിരി സെല് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ ഞാൻ ചില സൈറ്റിൽ നിന്നൊക്കെ ഞാൻ സാരി നോക്കുമ്പോൾ ഈ സൈറ്റിൽ നിന്ന് കുറവായിരിക്കും, ഈ സൈഡിൽ കൂടുതലുണ്ടാവും. സെയിം മെറ്റീരിയൽ, സെയിം ഡിസൈൻ, എവറിത്തിങ്.
അപ്പോൾ ചിലപ്പോൾ അവർ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അവർ വേറെ ഓഫർ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണത്? ബിക്കോസ് ദ കോമ്പറ്റീഷൻ ഇസ് ഹൈ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഒന്ന് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവും. ഈ കോംപ്രമൈസ് ദ ലോസ് നമ്മൾ അടുത്തേൽ മേക്കപ്പ് ചെയ്യുക. അല്ലാതെ ലോസിൽ തന്നെ പോയി കഴിഞ്ഞാൽ കമ്പനി പൂട്ടും. അതെ. ഓക്കെ, സോ പീപ്പിൾ മേ ബി വണ്ടറിങ് ലൈക്ക് ഇപ്പം ഐശ്വര്യയുടെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ് ആൻഡ് ഹവ് യു വോണ്ട് ടു ബിക്കം എ ബിസിനസ് വിമൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഡിഡ് യു സ്റ്റഡി MBA ഓർ ലൈക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ചൈൽഡ്ഹുഡ്? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഐ വാസ് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ തൃശ്ശൂർ. അവിടെ നിന്ന് പിന്നെ ഞാൻ കോളേജ് കോയമ്പത്തൂർ ചെയ്തു. ദെൻ ബാംഗ്ലൂർ MS രാമയിൽ MBA ചെയ്തു. ദാറ്റ് വാസ് ആഫ്റ്റർ മാരേജ്. ഞങ്ങൾ രണ്ടുപേരും പഠിക്കാൻ പോയി ഒന്നിച്ച്. അങ്ങനെ ലൈക്ക് ആഫ്റ്റർ മാരേജ് ഞങ്ങൾ അടുത്തടുത്തിരുന്ന ഞങ്ങൾ പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ദെൻ ലൈക്ക് യുനോ അവിടെ നിന്ന് ഞാൻ എൻജിനീയറിംഗ് പ്രിഫർ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓക്കെ എൻജിനീയറിംഗ് അന്ന് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നതായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഡോക്ടറാവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കുറേ പഠിക്കണം. എൻ്റെ സിസ്റ്റേഴ്സ് കസിൻസ് ഒത്തിരി പേര് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരൊക്കെ പഠിക്കണ സ്ട്രഗിൾ കാണുമ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ടത് പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ എൻജിനീയറിംഗിന് പോയി. ടു ബി ഓണസ്റ്റ് പൂജ, എനിക്ക് എൻ്റെ വീട്ടിൽ ഭയങ്കര ഓർത്തഡോക്സിലായതുകൊണ്ടും ഹോറോസ്കോപ്പ് ഭയങ്കര അരച്ചു കുറിച്ച് നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആയതോടെ എൻ്റെ ഡെഡ് ലൈൻ ആയി തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ഞാൻ വെച്ചു 3 years ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ 3 വർഷം ഉണ്ടാവുള്ളൂ. എഞ്ചിനീയറിംഗ് ആകുമ്പോൾ ഒരു 4 വർഷം കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പം തന്നെ ഐ തോട്ട് ഓക്കെ ഫൈൻ, വൈ നോട്ട് എഞ്ചിനീയറിംഗ്, ജസ്റ്റ് ട്രൈ ഇറ്റ്, ഗിവ് ഇറ്റ് എ ഷോട്ട് എന്ന്. ദെൻ ഐ ഡിഡ് IT എഞ്ചിനീയറിംഗിൽ അതാണ് ചെയ്തത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അഗെയിൻ പഠിക്കണം അല്ലെങ്കിൽ വേറെ ജോലി നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. MNCയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് അതൊക്കെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കിട്ടുക, പ്ലേസ്ഡ് ആവുക, പ്ലേസ്മെൻറ്റ്സ്, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് ഡ്രൈവ്സ് ഒത്തിരി നടക്കും. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കറിയാം എൻ്റെ വീട്ടുകാർ എന്തായാലും ഇതായിരിക്കും എന്നുള്ളത്. ദെൻ ഐ ഗോട്ട് മാരീഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റഡീസ്. ഇസ് ഇറ്റ് ലൈക്ക് എ ലവ് മാരേജ് ഓർ നോ ഇറ്റ്സ് എൻ അറേഞ്ച് മാരേജ്, പ്യൂർലി അറേഞ്ച് മാരേജ്. അപ്പോൾ എന്താണെന്ന് ഇവിടെ അറിയില്ല. പഠിത്തം കഴിഞ്ഞു. ദെൻ ഐ ബംപ്ഡ് ഇൻ ടു അനദർ റോളർ കോസ്റ്റർ റൈഡ്. ദെൻ ഐ തോട്ട്, അപ്പോൾ ഞാൻ ഡിമാൻഡ് ചെയ്തിരുന്നത് ഐ വോണ്ട് ടു സ്റ്റഡി ഫർദർ, MBA പഠിക്കണം എന്നുള്ളത്. വി വോണ്ടഡ് ടു സ്റ്റഡി അബ്രോഡ്, പക്ഷേ വി എൻഡഡ് അപ്പ് ഇൻ ബാംഗ്ലൂർ. അതും അങ്ങനെ തന്നെ, എല്ലാം തല വരാമെന്നൊക്കെ പറയില്ലേ, അതേപോലെ വി എൻഡഡ് അപ്പ് ദെയർ. പക്ഷെ അപ്പോഴും ഞാനിങ്ങനെ വിചാരിച്ചു ജോലി ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ബിസിനസ് ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഐ വോണ്ട് ടു ഡു സംതിങ്, ഐ വോണ്ട് ടു വർക്ക് അണ്ടർ സം ലൈക്ക് ഒരു കമ്പനിക്ക് വേണ്ടി. ഞാൻ ചിൽ ലൈഫ്, നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുമ്പോൾ ലൈക്ക് ഫാൻറ്റസി കുറേ മൂവീസിലൊക്കെ ആയാലും നമ്മളിങ്ങനെ കാണില്ലേ ഭയങ്കരമായിട്ട് ഫാൻറ്റസൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഭയങ്കര ചില്ലായിരിക്കുമല്ലോ IT കാരുടെ ലൈഫ്. ഇതൊക്കെ കേട്ടിരിക്കുന്ന IT കാർ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് തല്ലും. പക്ഷെ എന്നിരുന്നാലും ഐ റിയലി തോട്ട് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഭയങ്കരമായിട്ടും നമ്മൾ ആ ഒരു IT ഫീൽഡ് ആൻഡ് യു ഹാവ് യുവർ ഓൺ സ്പേസ്, യു ഹാവ് യുവർ ഓൺ ഫ്രണ്ട് സർക്കിൾ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എൻഡഡ് അപ്പ് സ്റ്റഡിങ് MBA. അത് കഴിഞ്ഞപ്പോൾ ദെൻ ഐ ഗോട്ട് 1 kid. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് 3 years കഴിഞ്ഞപ്പോൾ ഐ ഹാവ് അനദർ 1. അപ്പോൾ അങ്ങനെ 2 കുട്ടികളുടെ പിന്നാലെ ഞാൻ ഒരു മമ്മി ഡ്യൂട്ടീസിൽ ബിസിയായി. അങ്ങനെ ഒരു 6 years കഴിഞ്ഞപ്പോൾ ദെൻ ഐ തോട്ട് പൂജ, ദെൻ ഈ ഫേസ്ബുക്ക് ഞാൻ എല്ലായിടത്തും ഇത് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൽ കേട്ടിരിക്കുന്ന ഒത്തിരി പേര് ചിലപ്പോൾ റിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇമ്മീഡിയറ്റ്ലി കല്യാണം കഴിഞ്ഞു, നിങ്ങളുടെ കരിയർ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പോൾ ദെൻ യു ഗെറ്റ് ലോട്ട് ഓഫ് ഡിപ്രഷൻ, ലോട്ട് ഓഫ് ആൻസൈറ്റി. നമ്മൾ ഈ ഫേസ്ബുക്ക് Instagram എന്നൊക്കെ പറയുന്ന ഒരു പരിധി വരെ നമ്മുടെ ഹാപ്പി പില്ലായിട്ട് കരുതുന്ന ഒത്തിരി പേരുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ ഒത്തിരി റൈഡ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. അപ്പം ഞാൻ അന്നത്തെ കാലത്ത് ഫേസ്ബുക്കായിരുന്നു ഒത്തിരി ഉണ്ടാകുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നു ഐ ഗോട്ട് പ്ലേസ്ഡ് ഹിയർ, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻജിനീയറിംഗ് ചെയ്ത് പേപ്പർ ബാക്കുള്ള ആൾക്കാർ വരുന്നുണ്ടാവും. പക്ഷെ അവരൊക്കെ പ്ലേസ്ഡായി, അവരൊക്കെ വേറെ കൺട്രിയിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ CTSൽ അല്ലെങ്കിൽ IBMലൊക്കെ ജോയിൻ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡൈപ്പർ ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുള്ളതെന്ന്. അങ്ങനെ ഞാൻ അച്ഛനോട് പോയി ചോദിക്കുക ചെയ്തത്. ദാറ്റ് എനിക്ക് എന്തായാലും മനസ്സിലായി ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും IT കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഐ ഹാവ് ടു ഡു ലോട്ട് ഓഫ് റിസർച്ച്. ഇപ്പോഴത്തെ എന്താണോ കറണ്ട് ട്രെൻഡ്, 6 years ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ലോട്ട്. അപ്പോൾ ദെൻ അത് ഞാൻ എന്താണെന്ന് റിസർച്ച് ചെയ്യേണ്ടി വരും, പഠിക്കണം, കുട്ടികൾ, ഇതൊക്കെ കൂടെ എനിക്ക് പറ്റില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നിയത് അച്ഛൻ്റെ ബിസിനസ് എനിക്ക് കുറച്ച് പാഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ചെറുപ്പം മുതലേ അച്ഛൻ ഞങ്ങളെ ഈ ഓണം ടൈമിലൊക്കെ വെക്കേഷൻ വരുമ്പോൾ അച്ഛൻ ഞങ്ങളെ സ്റ്റോറിലൊക്കെ കൊണ്ടിരുത്തും. അപ്പം ഞങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആക്ച്വലി ഐ തോട്ട് ഇറ്റ് വിൽ ബി ഒരു ഫൺ ഇതായിരിക്കും എന്നുള്ളത്. ബട്ട് കാര്യത്തോട് എടുത്തപ്പോഴാണ് ദെൻ ഐ ഗോട്ട് ടു നോ ഇറ്റ് ഇസ് നോട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടി, അച്ഛനോട് പോയി സംസാരിച്ച് ദെൻ ഐ ഗോട്ട് ഇൻ ടു ദി ഫാമിലി ബിസിനസ്. ഈ ഇതേപോലെ തന്നെ മാരീഡായിട്ട് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് മേ ബി അവരുടെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരായിരിക്കും. ബട്ട് ദേ ഹാവ് എ ഫിയർ ഇൻസൈഡ്, മേ ബി ലൈക്ക് ഹൗ ടു ഹാൻഡിൽ ഓർ ഹൗ ടു ബാലൻസ് എന്നുള്ള. മേ ബി മോസ്റ്റ് ഓഫ് ദ വിമൻ ഹാവ് ദാറ്റ്. ലൈക്ക്
കല്യാണം കഴിഞ്ഞാലും ആൺകുട്ടികൾ ബിസിനസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് കമ്മിങ് ടു എ വിമൻ, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഈസി ടു ടേക്ക് ദാറ്റ് ഡെസിഷൻ. അപ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു, ലൈക്ക് ഹൗ ഐ സ്റ്റാർട്ട്, ഹൗ ഐ ബിഗിൻ അഗൈൻ, ലൈക്ക് സ്റ്റാർട്ട് അഗൈൻ എന്ന് പറയുന്ന ഒരു സാധനം. ആ ഒരു സംഭവം എനിക്കും ഉണ്ടായിരുന്നു. എവിടെ നിന്ന് തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ റൈറ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ഫിയർ നമ്മൾ മാറ്റി വെക്കണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. സോ വാട്ട് ഐ തിങ്ക് ഇസ് നമ്മൾ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാലെടുത്ത് വെക്കണം. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ട്, എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചാലാണ് എനിക്ക് ആ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും നീ ചെയ്യ്, അത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാലും എനിക്ക് അപ്പോഴൊന്നും കത്തിയിരുന്നില്ല പൂജ, ദാറ്റ് യുനോ ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല അൺടിൽ ഐ ഗോട്ട് മൈ ഫസ്റ്റ് സാലറി. അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഞാൻ സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കില്ല. ഐ ഷുഡ് ഗോ, ഐ ഷുഡ് മൂവ് ഫർദർ സോ എന്നുള്ളത്. ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു, ലൈക്ക് പറയാൻ പറ്റുമെങ്കിൽ ലൈക്ക് വാട്ട് വാസ് യുവർ ഫസ്റ്റ് സാലറി ആൻഡ് വാട്ട് ഡിഡ് യു ഡു ആ സമയത്ത്? ഫസ്റ്റ് സാലറി വാസ് ലൈക്ക് എത്രയൊന്നൊന്നുമില്ല, പക്ഷെ ഞാൻ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അതിനേക്കാളും മേ ബി അച്ഛൻ ആയതുകൊണ്ട് കുറച്ച് ഇത്തിരി ഇതിൽ തന്നു. ഞാൻ അത്രയും കൂടെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഐ വാസ് ഹാപ്പി വിത്ത് വാട്ട് ഐ ഗോട്ട് ബിക്കോസ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് സാലറി. ഞാൻ അന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഷോപ്പ് ഹോളിക്കാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറിയുന്നതായിരുന്നു ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ അച്ഛനോടോ പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾക്കുള്ള സ്പെൻഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ അന്ന് എനിക്ക് ചെയ്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ഐ ബോട്ട് ലോട്ട് ഓഫ് സാരി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആക്സസറൈസ് ചെയ്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയെന്നാണ് എനിക്ക് ഓർമ്മ. ഇറ്റ്സ് ലൈക്ക് ലോങ് ബാക്ക്. ബട്ട് ഇപ്പോൾ ഞാൻ വയസ്സായിട്ട് ഐ സ്റ്റാർട്ടഡ് ലൈക്ക് യുനോ പ്ലാനിങ്. കുറച്ചൊക്കെ രീതിയിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിയ വഴിക്ക് അതെല്ലാം ചിലവാക്കി കളയാമെന്ന ലൈഫ് ഒന്നേ ഉള്ളൂ എന്ന് വെച്ചിട്ട് പൈസ അടിച്ചു പൊളിച്ച് കളയാനുള്ളതല്ലാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. വെൻ ഐ ലുക്ക് ബാക്ക് മേ ബി ഞാൻ കുറേയൊക്കെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. ഇപ്പം ബിസിനസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യും. ആ മിസ്റ്റേക്സിന് ലേൺ, അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യുമ്പോൾ യു നോ ഇത് ചെയ്താൽ ഇതായിരിക്കും, അപ്പോൾ ഇതിനേക്കാളും നല്ലത് ഇത് ചെയ്യുമായിരിക്കും എന്നുള്ള ഡിസിഷൻസ് യു ക്യാൻ മേക്ക് ഇറ്റ് ദെയർ വിത്തൗട്ട് ആസ്കിങ് എനി വൺ. നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടും പേഴ്സണൽ കാര്യങ്ങളായിട്ടും പറഞ്ഞു. ആക്ച്വലി ഫിറ്റ്നസ്സും റുട്ടീനും എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇപ്പം ഭയങ്കരമായിട്ട് ടോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു സക്സസ്സിന് എത്രത്തോളം നമ്മുടെ റുട്ടീൻ ആൻഡ് ഫിറ്റ്നസ് എന്ന് പറയുന്ന സാധനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് നമുക്കൊരു ഇൻസ്റ്റഗ്രാമിലൊരു ഇൻഫ്ലുവൻസർ ഭയങ്കര വൈറലായിരുന്നു. അതായത് ഫുൾ രാവിലെ എണീക്കുന്നു, ഐസ് ബാത്ത് ചെയ്യുന്നു, പിന്നെ എക്സസൈസ് ചെയ്യുന്നു, അതിൽ ബിസിനസ് ചെയ്യുന്നു, ട്രേഡ് അത് ചെയ്യുന്നു. സോ ഈ ഒരു റുട്ടീൻ ആക്ച്വലി ഇറ്റ്സ് ഗുഡ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടോ? ഞാൻ അങ്ങനെ ഒരു സംഭവം ട്രെൻഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടു പോകുന്നില്ല. പക്ഷെ വാട്ട് ഐ ഡു എന്നെ ഹാപ്പി ആക്കുന്നതും അല്ലെങ്കിൽ എനിക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്കിത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പം പലരും പലരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരിക്കും. നല്ല രീതിയിലും ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കോണ്ടൻസും ഉണ്ടാവാം. പക്ഷെ അതിൽ നല്ലത് മാത്രം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. ആൻഡ് ഇപ്പം പലരും ഇപ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്നതൊരു ചില ഇതിലൊക്കെ പറയാറുണ്ട്, ഫിറ്റ്നസ് ഫ്രീക്കാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ജിമ്മിൽ പോവില്ലേ. അതൊരു വലിയൊരു സ്റ്റേറ്റസ് സിമ്പിൾ അല്ല ബൈ ദ വേ. ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിലൊരു ഫിറ്റ്നസ് ചെയ്താലും ദാറ്റ് ഈസ് അറ്റ് ദി എൻഡ് ആർക്കാണ്, നമുക്കാണത് കിട്ടുന്നത്. സോ യു ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ് എന്നുള്ളതേ ഉള്ളൂ. എനിക്കതൊരു കൈൻഡ് ഓഫ് ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹെൽത്തിനെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. മോർ ദാൻ ഇപ്പോൾ ഫിറ്റ്നസ് ഐ ഡു ഡാൻസ്. ഞാൻ ഡാൻസ് ചെയ്യും. അപ്പം ഞാൻ കുഞ്ഞിലേ ഞാൻ ഡാൻസൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞൊരു ബ്രേക്ക് വന്നു, പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുണ്ടായപ്പോൾ ഒരു ബ്രേക്ക് വന്നു. പക്ഷെ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പൂജ, എനിക്ക് സ്ട്രെസ് ഉണ്ടാവും. കാരണം ഓഫീസ് വിട്ട് വരിക, വീട്ടിലത്തെ കാര്യങ്ങളുണ്ടാവും, വീട്ടിലത്തെ സ്ട്രെസ് ഉണ്ടാവും, ട്യൂഷൻസ് ഇതൊക്കെ ഉണ്ടാവും. എല്ലാ മദറും പോകുന്ന ജേർണി തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാറില്ല എന്താ വെച്ചാൽ, ചിലപ്പോൾ എന്തെങ്കിലും സാറിനെ വിളിക്കും, സാർ ഞാൻ ഇന്ന് ക്ലാസ്സിന് കയറുകയാണെന്ന് പറയും, ഐ ഗോ ഡാൻസ്, ഐ വെൻറ്റ് ഔട്ട് മൈ ഇമോഷൻസ്. ആസ് എൻ ലൈക്ക് ഇപ്പം അത് എത്രത്തോളം അത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നറിയില്ല. ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ദേ ഓൾസോ ടെൽ, ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻ എന്താണോ, ചിലപ്പോൾ ഒരു ഹാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം, സങ്കടമായിരിക്കാം. എനിക്കും ഉണ്ടാവാറുണ്ട്, ലൈക്ക് യുനോ സങ്കടമുള്ള മൂമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്, ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ട്, വെൻറ്റ് ഔട്ട് ചെയ്യണം തോന്നാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വെൻ ഐ ഗോ ഡാൻസ് ഐ ബേസ്റ്റ് ഔട്ട് മൈ ഇമോഷൻസ് ദെയർ. സോ വെൻ ഐ കം ഔട്ട് ഫ്രം ദ ഡാൻസ് ക്ലാസ് ഞാൻ ഭയങ്കരമായിട്ടും എനർജറ്റിക്കായി, അല്ലെങ്കിൽ ഞാനൊരു ഭയങ്കര പോസിറ്റീവായി എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ പാട്ട് പാടുന്ന ആൾക്കാരോട് ചോദിച്ചാൽ സങ്കടം വന്നാലൊരു പാട്ട് പാടും, ചിലപ്പം ഭയങ്കര സാഡായിട്ടുള്ള പാട്ടായിരിക്കും പാടുക. പക്ഷെ അവർ അതേ സമയം അവർ ഹാപ്പി ആണെങ്കിലോ അവർ നല്ല അടിപൊളി പാട്ടും പാടും. അപ്പോൾ ദേ ആർ ഷോയിങ് ദർ
യുനോ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് Emotions, വെന്റിങ് ഔട്ട് yeah, ദിയർ venting ഇമോഷൻ. out, yeah. അപ്പം ജിമ്മ് കാണുന്ന ഒത്തിരി പേര് അങ്ങനെയുണ്ട്. ഞാൻ ജിമ്മിൽ പോകുന്ന ഒത്തിരി ഫ്രണ്ട്സ് പറയും എനിക്ക് ജിമ്മ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവിടെ പോയി 2 വെയ്റ്റ്സ് എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെസ്സും സംഭവങ്ങളൊക്കെ പോവും. അല്ലെങ്കിൽ കാലത്ത് ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യണം 2 വെയ്റ്റ്സ് എടുത്തിട്ടായിരിക്കും. അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അത് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ, അല്ലേ? മോർ ദാൻ ഹെൽത്ത് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും ലൈഫ് ഒന്നേ ഉള്ളൂ. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്ത് വെച്ചാൽ തന്നെ കുറച്ച് സമയം നമുക്ക് വേണ്ടി കാണാം. ആ കുറച്ച് സമയം നമ്മളെ ഹാപ്പി ആക്കാൻ നോക്കുക. ഇപ്പോൾ ഐശ്വര്യയുടെ ഒരു മോർണിംഗ് ടു ടിൽ ഈവനിങ് ഒരു നോർമൽ ബിസിനസ് ഡേയുടെ റുട്ടീൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ വേക്കപ്പ് ടൈം, ബ്രേക്ക്ഫാസ്റ്റ് ടൈം, ഇപ്പം ഇങ്ങനെ ഞാൻ കുറേ പേര് അങ്ങനെ പറയണിട്ടുണ്ട്, ടൈം ടേബിൾ ഇങ്ങനെയൊക്കെയാണ്, ഇത്ര മണിക്ക് എനിക്ക് ഇത്ര മണിക്ക് കിടക്കും, അതിൻ്റെ ഇടയിൽ മീറ്റിങ്സ് കാര്യങ്ങൾ. സോ എങ്ങനെയാണ് ആ ഒരു കംപ്ലീറ്റ് ഡേ റുട്ടീൻ വരുന്നത്? കംപ്ലീറ്റ് ഡേ റൊട്ടീൻ എന്ന് പറയാനായിട്ടാണെങ്കിൽ ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ കറക്റ്റ് ടൈമിലൊന്നും ഫുഡൊന്നും എടുത്തിരുന്നില്ല. ഇപ്പം ഞാൻ കറക്റ്റ് ടൈമിലൊക്കെ എടുത്തു തുടങ്ങി. കാരണം വൺ തിങ് ദറ്റ് യു നോ ഹെൽത്ത് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, അല്ലേ? അല്ലാതെ നമ്മളിതെല്ലാം നമ്മൾ ഓടുന്നതിൻ്റെ പിന്നാലെ നമ്മൾ ഫുഡ് കഴിക്കാതെയും അല്ലെങ്കിൽ ഹെൽത്ത് നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. സോ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഫുഡ് കറക്റ്റ് ടൈമിലൊക്കെ ടൈം വെച്ചിട്ട് തന്നെ, ആസ് എൻ ഐ മേക്ക് ഷുവർ ഐ ടേക്ക് അറ്റ്ലീസ്റ്റ് 4 meals or 5 meals a day. Which is like very small amount, but then I started looking at it അങ്ങനെ. മറ്റത് ഞാൻ ചിലപ്പോൾ 2 നേരമൊക്കെ കഴിക്കുള്ളൂ പൂജ, ചിലപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ then I got to know that is not good for your health and I started drinking water. I don't drink water. ഇത് കാണുന്ന എല്ലാവരും വെള്ളം കുടിക്കണം പ്ലീസ്, എന്നോട് എല്ലാവരും പറയണത് തന്നെയാണ്. അപ്പോൾ you please drink water. അപ്പോൾ അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ദാറ്റ് ആസ്പെക്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. ബട്ട് ദെൻ ഡേ ഐ സ്റ്റാർട്ട് ലൈക്ക് 5:30, 6 ഐ വേക്ക് അപ്പ് ആൻഡ് ഐ ഗോ ടു ജിം. ജിം പോകാൻ ഭയങ്കര മടിയാണ്, പക്ഷേ ഐ ഹാവ് ടു പുഷ് മൈ സെൽഫ് അഗെയിൻ. കാലത്ത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ആ ഡേ സെറ്റായിരുന്ന അവിടെ എത്തണ വരെ, ആ ഡോർ സ്റ്റെപ്പ് എത്തണ വരെ എനിക്ക് പോണ്ടെന്ന് എനിക്ക് എൻ്റെ മൈൻഡ് പറയുക. വെയ്റ്റ്സോ അല്ലെങ്കിൽ ത്രെഡ്മില്ലൊക്കെ റൺ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു പുതിയ ആളായി. ഞാൻ ഭയങ്കര എനർജി, ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യും, യെസ് ഇന്ന് പ്ലാൻ ചെയ്യാം എന്നൊക്കെയുള്ളൊരു എനർജി കിട്ടും. ട്രൈ ദാറ്റ് ഇഫ് യു ആർ നോട്ട് ട്രൈങ്, ഇഫ് യു ഹാവ് ഇൻ ട്രൈഡ് ഇറ്റ്. പിന്നെ ദ യൂഷ്വൽ തിങ്, ഐ ഗോ ടു ഓഫീസ് ബൈ 9:30, 10 ഐ ഹാവ് ടു ബി ദെയർ. അത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ ക്യാരി ബ്രേക്ക്ഫാസ്റ്റ് ടു ഓഫീസ് ആൻഡ് ദെൻ ഐ ഹാവ് ദെയർ. ദറ്റ് ഈസ് ലൈക്ക് 10 o'clock ഇസ് ദ ടൈം ദറ്റ് വി ഹാവ് ടു ബി ദെയർ ഇൻ ദി ഓഫീസ്. അങ്ങനെയാണ് അത് റുട്ടീനായിട്ട് അച്ഛൻ വെച്ചേക്കും. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മളെ കണ്ടാൽ നമ്മുടെ സ്റ്റാഫും പഠിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അച്ഛൻ പറയും നിങ്ങൾ അവരിലൊരാളായിട്ട് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ദർ ഈസ് നോ സെപ്പറേഷൻ ഇൻ ദാറ്റ് വേ. സോ 10 I will be there in the office. പിന്നെ ഒരു 4:35 ആകുമ്പോൾ ഐ ഗെറ്റ് ഡൗൺ ഫ്രം മൈ ഓഫീസ്, ബിക്കോസ് കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കൺസിഡറേഷൻസ് ഉണ്ട്. അപ്പോൾ ദെൻ ഐ ഗെറ്റ് ഡൗൺ, ദെൻ ബട്ട് ബാക്കി ഓൺ കോളിലുണ്ടാവും. ദെൻ ഈവനിങ് ഐ ഹാവ് ചിലപ്പോൾ യോഗ എന്തെങ്കിലും ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത് പോവും. അല്ലെങ്കിൽ കാരണം ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ മിക്ക സമയം ഞാൻ ഡാൻസിന് തന്നെ പോവും. ഡാൻസ് ക്ലാസ് വീക്ക്ലി ഞാൻ 2 ഒക്കെ ഞാൻ ക്ലാസ് സാറിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കും, കൊറിയോഗ്രഫി ചെയ്യും, അങ്ങനെ റീൽസ് ഇടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഐ മേക്ക് മൈ സെൽഫ് ഹാപ്പി അതിൽ. ഓക്കെ, വാട്ട് ഡു യു പ്രിഫർ? ഇപ്പോൾ നാളെ ഒരാളുടെ അടുത്ത് ഞാനൊരു സാലറി ജോബ് നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് നോക്കട്ടെ, ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ബിസിനസ് തന്നെയായിരിക്കും. ഇതോ അതിനകത്ത് കുറേ സ്ട്രഗിൾ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. എന്നാൽ എംപ്ലോയീസിനുണ്ട് ആ സ്ട്രെസ് കിട്ടുക, അവരുടെ പെർസ്പെക്റ്റീവ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. ഇപ്പം എംപ്ലോയി ചിന്തിക്കുന്നുണ്ടാവും ബിസിനസ് റൺ ചെയ്യുന്നതാണ് നല്ലത്, ഏതായിരിക്കും നല്ലതെന്ന് ചോദിക്കും. പക്ഷെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ചുറ്റും നിൽക്കുന്ന ഒത്തിരി ഫാക്ടേഴ്സ് നമ്മുടെ തലയിൽ കൂടെ പോയി. ഇറ്റ്സ് എ സിംഗിൾ മാൻ പെർഫോമൻസ് അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ പെർഫോമൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും, പക്ഷേ എനിക്ക് ആ സ്ട്രെസ് എടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് കുറച്ചും കൂടെ എനിക്കൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മുമ്പേ റിയലൈസ് ചെയ്തതുകൊണ്ട് ഐ തിങ്ക് ഐ prefer that business. Okay, you give me a lot of informations like from your life and your business എല്ലാം and I hope ഇത് കാണുന്ന maybe ഒന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ലെറ്റ് സ്റ്റാർട്ട്, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഇനി ഗ്രോ ചെയ്യും, അതിന്ന് പിന്നെ ഒരുപാട് റിസ്ക് വരും, ബട്ട് യു ഗെറ്റ് ലേൺ. അത് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ബേസിക് കാര്യം. സോ വാട്ട് യു ഹാവ് ടു സേ, ജസ്റ്റ് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വിമൻ്റെ അടുത്ത് ഒരു ചെറിയ കോട്ട് പറയാനുണ്ടെങ്കിൽ ഐശ്വര്യ എന്ത് പറയും? എനിക്ക് 2 കാര്യങ്ങൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, ടേക്ക് യുവർ സ്റ്റെപ്സ് സ്ലോലി എന്നുള്ള കാര്യത്തെക്കാൾ കൂടുതൽ അപ്രോച്ച് യുവർ ഡേ ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. എവറി സിംഗിൾ ഡേ, ഇപ്പോൾ എല്ലാവരും പറയും പതുക്കെ തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ ആലോചിച്ചിട്ട് മതിയെന്ന്. ഓരോ ഡേയും നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ഓൺട്രപ്രണർ ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ദ ഇൻട്രാക്ഷൻസിൽ നിന്ന് നമ്മൾ യൂസ്ഫുൾ കാര്യങ്ങൾ മാത്രം എടുത്ത്, ഇഫ് ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഫോർ യുവർ ബിസിനസ്,
കണ്ടിന്യൂ ഇറ്റ് ആൻഡ് ടേക്ക് എവറി ഡേ ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ആ ഓപ്പൺനെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റില്ല. സോ അതൊന്ന്. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിജക്ഷൻസോ അല്ലെങ്കിൽ ഫെയിലിയേഴ്സോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഫാമിലി ഫെയിലിയേഴ്സ് ആയിരിക്കാം, റിജക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫിനെ പേഴ്സണൽ ലൈഫായിട്ടും ബിസിനസ്സിനെയോ അല്ലെങ്കിൽ കരിയറിനെയോ ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റണം. മിക്സപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാം മെസ്സപ്പ് ആക്കുക. സോ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. അതിന് ഡാൻസോ യോഗയോ പെയിൻറ്റിങ്ങോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഡു ഇറ്റ് അറ്റ്ലീസ്റ്റ് വെൻ യു ഫൈൻഡ് ടൈം. നമുക്ക് പിന്നെ ആവാം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ സമയം ഞാൻ എന്നോട് എപ്പോഴും പേഴ്സണലി അതെ പേഴ്സണലി എല്ലാവരും ചോദിക്കാറുണ്ട് 24 hours മതിയോ എന്ന് ചോദിക്കും. എനിക്ക് 24 hours പോരാ. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ലൈഫ്. അപ്പോൾ ഭയങ്കര ജോഷായിരിക്കും. നോ മാറ്റർ ചിലപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ഇരുന്ന് കരയുണ്ടാവും, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ഇവൻ ഷോൺ എനിവേർ. ദാറ്റ് ഇസ് യുവർ സ്പേസ്. Okay, so that's it. Let's pink it.